ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പായ തോരൻ ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം ഈ പപ്പായൻ്റെ തൊലിയൊക്കെ കളഞ്ഞു മാറ്റാം. പപ്പായൻ്റെ തൊലിയൊക്കെ കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നു, കുറച്ച് മൂപ്പത്തി പപ്പായാണ്, അതുകൊണ്ട് തൊലി കളയാൻ കുറച്ച് വിഷമമുണ്ടായിന്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റാം. നമുക്കിതിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെയാണ് പീസാക്കി എടുത്തത്. ഇതൊക്കെ ഒരുപാട് വൈറ്റമിനൊക്കെ അടങ്ങിയതാണ്. ഇതൊക്കെ നമ്മളെ ഫുഡിൽ നമ്മൾ കഴിക്കൽ നല്ലതാണ്. പപ്പായ അതിലൊക്കെ ഒരുപാട് പ്രോട്ടീനും വൈറ്റമിനൊക്കെ ഉള്ള ഒരിതാണ്. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ പകുതി ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുകുണ്ടെങ്കിൽ കടുക് കൂടി ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് കടുക് ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പപ്പായൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ ഉണ്ടാക്കാൻ പറ്റും. പപ്പായൻ്റെ തൊലി കളയാൻ മാത്രമേ കുറച്ചൊരു വിഷമം ഉണ്ടാവൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം നമുക്ക് ഇത് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഇതിൻ്റെ വേവ്. ഇത് അധികം കൂടുതലായിട്ടൊന്നും വേവണമെന്നില്ല. ഏകദേശം ഒരു നമുക്ക് മനസ്സിലാവും ഇത് എടുത്ത് നോക്കിയാൽ തന്നെ. ഇപ്പം പപ്പായൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കടുക് കൂടി ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ടേസ്റ്റിയായ പപ്പായ തോരൻ റെഡിയായി കേട്ടോ. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ പപ്പായ തോരൻ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.